അമ്മച്ചിയുടെ പേരെന്തുവാ? സുലോചന. സുലോചന. സുലോചന അമ്മച്ചി വന്നിരിക്കുന്നത് രണ്ട് വിഷയത്തിന്റെ മേല. ഒന്ന് ജപ്തി, രണ്ട് മോന്റെ ഒരു വിഷയം. ഈ രണ്ട് വിഷയത്തിന് ഇവിടെ വന്നിരിക്കുന്നു, അല്ലയോ? ഈ രണ്ട് വിഷയത്തിന് അപ്പുറത്തോട്ടൊന്നും പറയാനില്ല എന്റെ അടുക്കല്. ഈ രണ്ട് വിഷയമുണ്ട്. അതിൽ ഈ ജപ്തി എന്ന് പറയുന്ന ദൈവം ഒരു അത്ഭുതം ചെയ്യും അതിനകത്ത്. അത് ഒരു ചെറിയ വീടാ ദൈവം എന്നെ കാണിക്കുന്നത്. ചെറിയൊരു വീടാ, കറക്റ്റ് അല്ലയോ? ദൂരെ നോക്കിയിട്ട് ഒരു വാർത്തന്റെ ലക്ഷണമൊക്കെ കാണുന്നുണ്ട്. അതല്ലയോ? ദൂരെ നോക്കിയിട്ട് ഒരു വാർത്ത വീടാ, അല്ലയോ? വാർത്ത ലക്ഷണം ദൂരേന്ന് നോക്കാൻ എനിക്ക് കാണാം. ഒരു ചെറിയ വാർത്ത വീട്. ആ പൊക്കത്തിരിക്കുന്ന വീടാണോ? അത് തന്നെയാണോ? ആ വീട് തന്നെയാ. അമ്മച്ചിയെ പോലെ ഒരു വെള്ള പെയിന്റ് ആണോ അതിൽ അടിച്ചേക്കുന്നത്? അതെ. അങ്ങനെ ഒരു വെള്ള പെയിന്റ് അടിച്ച ആ പൊക്കത്തിരിക്കുന്ന ആ വീട് യേശുവിന്റെ നാമത്തിൽ അതിന്റെ ജപ്തിയെല്ലാം ഇവിടെ വെച്ച്. അത് എത്ര? 5 സെന്റോ 6 സെന്റോ എത്ര ഉണ്ട്? അത് മൂത്രേ ഉള്ളൂ, വേറെ ഒന്നും ഇല്ല. അതിന്റെ എന്തോ ജപ്തിയാക്കാനാ? ജപ്തി അത് ക്യാൻസലായി. ജപ്തി നടക്കത്തില്ല. കാരണം ചെറിയ കുഞ്ഞൊരു വസ്തുവാ. ആ ഫ്രണ്ടിൽ കിണറുള്ളതാണോ? അത് തന്നെയാണോ? അറിഞ്ഞു പോലിട്ടിരിക്കുന്നത് അത് തന്നെയാണോ? ഫ്രണ്ടിൽ എന്റെ അല്ല, ചേച്ചിയുടെ. അത് ചേച്ചിയുടെ ആണോ? ഫ്രണ്ടിൽ കിണറൊക്കെ ഉള്ള ഒരു വസ്തു. കിണറുള്ളത് എന്റെ തറവാട്. അതാണോ? ഇതെന്തോടെ 5-6 വീട് അടുപ്പിച്ചിരിക്കുവാണോ? ആണോ? ഇത് 5-6 വീട് അടുപ്പിച്ചിരിക്കുന്ന വീട് അത് തന്നെയല്ലേ? ഓ, അത് വിഭാഗിച്ചു വന്നപ്പോ ഒന്നുമില്ലല്ലോ. ആർക്കും ഒന്നുമില്ലല്ലോ. ഇതാ നടപ്പാത ഏത് വഴിയാ? ഇല്ല. ഇല്ല. വാതിൽ റോഡില്ല. ശരിയല്ലയോ? കറക്റ്റ് ആണോ? ഇത് വല്ലതും എന്നോട് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. ഇതോ ഞാൻ പറഞ്ഞ പോലെ കള്ളത്തരവാണോ? നിങ്ങൾക്ക് ഏർക്ക് വേണേലും അമ്മച്ചി ചോദിക്കോ. അമ്മച്ചി IBC-കാരി അമ്മച്ചിയാ. അമ്മച്ചി കർത്താവ് എന്നെ കാണിക്കുന്നത് ഒരു മരണം കേറിയല്ലോ. യേശുവിന്റെ നാമത്തിൽ അതിനെ ബ്രേക്ക് ചെയ്ത് മാറ്റുന്നു. ഇങ്ങോട്ട് നോക്കിക്കേ, കരയാതെ ഇങ്ങോട്ട് നോക്കിക്കേ. ഇങ്ങനെ കരഞ്ഞാൽ എങ്ങനെ? കരയാതെ. അത് ജപ്തിയാകത്തില്ല. തന്നെയല്ല, അവിടെ ഒരു അത്ഭുതം നടക്കും. എന്തോന്നറിയാവോ? പറയട്ടെ. കരച്ചില് പറയട്ടെ, ഒരു അത്ഭുതം നടക്കുമെന്ന്. ഈ വർഷം ഒരു അത്ഭുതം കൂടെ നടക്കും. എന്തോ അത് പറയട്ടെ. ഒരു കല്യാണം നടക്കും മോന്റെ. അതിലൂടെ അല്ലയോ ഇവിടെ വന്നേ? അതെ, മോന്റെ കല്യാണം കൂടെ നടക്കും കേട്ടോ. ഇത് ഭയങ്കരം തന്നെ. ഇതിന്റെ വഴി മുന്നേ കൂടെ ഇല്ല, പുറകെ കൂടെ വഴിയുള്ള വീടോ? അതെന്തൊരു വീടാ അത്? ഇതിന്റെ വഴി മുന്നേ കൂടെ അല്ലയോ? അതോ പുറകെ കൂടെ ആണോ? വഴി തന്നില്ല. ഈ പുറകെ കൂടെ വേണം പോകാൻ. യേശുവിന്റെ നാമത്തിലെ ജപ്തികളെല്ലാം ക്യാൻസൽ ചെയ്യുന്നു. ദൈവത്തിന്റെ കരം ചലിക്കേണ്ട ഒരു അത്ഭുതമായി തീരട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ. ധൈര്യത്തോടെ പോകട്ടോ. ഒട്ടും ജപ്തി നടക്കത്തില്ല. മോന്റെ കല്യാണം മെയ് മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് മോന്റെ കല്യാണം നടക്കും. വിശ്വാസിയായ ഒരു പെങ്കൊച്ചിനെ തന്നെ കിട്ടും കേട്ടോ. അമ്മച്ചിയെ കരുതുന്ന അമ്മച്ചിയെ പോലെ കനം കുറഞ്ഞൊരു പെങ്കൊച്ചിനെ കിട്ടും കേട്ടോ. ഒട്ടും ഭാരപ്പെട. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനിയും നല്ല വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.